അസമിൽ ഏറെക്കുറെ സമ്പൂർണമായ ബീഫ് നിരോധനം ഉയർത്തിയ സംവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണ് ഈ സംഭാഷണം. ഈ സംഭാഷണം നടക്കുന്നത് ഡിസംബർ 6 എന്നത് സവിശേഷമായൊരു ആകസ്മികതയാണ്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയ ഹിന്ദുത്വയുടെ പദ്ധതി അതിൻ്റെ ഏറ്റവും നൃശംസമായ രണ്ടാമത്തെ അവതരണം നടന്നൊരു ദിവസമാണ് ഡിസംബർ 6. ഒന്നാമത്തേത് നമുക്കറിയാം, അത് 1948 ഗാന്ധിവധമായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ മതേതര ബഹുസ്വരതയുടെ എല്ലാ അടിപ്പടവുകളെയും തകർക്കുന്ന രീതിയിൽ രാഷ്ട്രീയ ഹിന്ദുത്വ അതിൻ്റെ വിധ്വംസകത ഏറ്റവും തീവ്രമായി പ്രകടിപ്പിച്ച ഒരു ദിവസമാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അത് കേവല ഒരു ആകസ്മികതയല്ല, അതിന് ഒരു തുടർച്ചയുമുണ്ട്. വാസ്തവത്തിൽ ബാബരി അനന്തര ഇന്ത്യയിൽ രൂപപ്പെട്ട തികച്ചും സവിശേഷമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനന്തര ഫലമാണ് ഇപ്പോൾ ആസാമിൽ നിന്ന് പുറത്തു വരുന്ന ഈ ബീഫ് നിരോധനം പോലുള്ള വളരെ അങ്ങേയറ്റത്തെ നടപടികളിലൂടെ BJP ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അസമിലെ ബീഫ് നിരോധനം എന്നത് ഒട്ടും ആകസ്മികമോ യാദൃച്ഛികമായോ ഒന്നല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി, കഴിഞ്ഞ 10 വർഷങ്ങളായി അസം കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ ഹിന്ദുത്വയും BJP ഗവൺമെൻറ്റും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി വിശ്വാസ് ശർമ്മയൊക്കെ നടത്തിപ്പോരുന്ന പ്രഖ്യാപനങ്ങളാകട്ടെ അവരുടെ നടപടികളാകട്ടെ എല്ലാം തന്നെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറെക്കുറെ ഭിന്നമായി, ഒരുപക്ഷെ ഉത്തർപ്രദേശത്തിൽ നേരത്തെ നടത്തിയിരുന്നതിനേക്കാൾ തീവ്രമായി ഒരു രാഷ്ട്രീയ പദ്ധതി ആസാമിനെ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ ഹിന്ദുത്വയ്ക്കുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ധാരാളം ഉദാഹരണങ്ങൾ അസാമിൽ നിന്ന് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനം നമുക്കറിയുന്ന പോലെ നമ്മുടെ പൗരത്വ ഭേദഗതി ഉയർത്തിയ ചലനങ്ങൾ നമുക്കറിയാമല്ലോ. അതിൻ്റെ എല്ലാം പ്രഭവ കേന്ദ്രമായി നിൽക്കുന്നത് അസാമാണ്. അസാമിൻ്റെ സവിശേഷമായ ഒരു ചരിത്ര പശ്ചാത്തലവും അസാമിലെ ജനസംഖ്യാ വിതരണത്തിലെ 37% വരുന്ന മുസ്ലിം സാന്നിധ്യവും 3% വരുന്ന ക്രിസ്ത്യൻ സാന്നിധ്യവും ഒക്കെ ചേർന്ന ഒരു മൊസൈക്ക് സമൂഹം എന്ന നിലയിൽ വളരെ പ്രത്യേകതകളുള്ള ആസാമിൽ തീവ്രമായ ഹിന്ദുത്വയെ പ്രചരിപ്പിക്കുന്നതിനുള്ളൊരു മാർഗമായി മുസ്ലിം വിദ്വേഷത്തെ അവതരിപ്പിക്കാനുള്ള ശ്രമം കാലങ്ങളായി നടക്കുന്നുണ്ട്. അങ്ങേയറ്റത്തെ നടപടികളിലേക്ക് ഇതേ മുഖ്യമന്ത്രി തന്നെ പോയതിന് നമ്മൾ സാക്ഷികളാണ്. ബ്രഹ്മപുത്ര നദിക്കരയിൽ നിന്നുള്ള ക്രൂരമായ ഒഴിപ്പിക്കലുകൾ, മർദ്ദനങ്ങൾ, അതിൻ്റെ ആഘോഷങ്ങൾ, എൻ്റെ ഭൂരിപക്ഷത്തിന് ഒരു മുസ്ലിം വോട്ടും വേണ്ട എന്ന് ജനാധിപത്യ ഇന്ത്യയിലിരുന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി തന്നെയാണ് ഈ നടപടിയിലേക്കും പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ അത്ഭുതപ്പെടുത്തുന്നതോ നമ്മളെ അമ്പരപ്പിക്കുന്നതായോ ഒന്നുമില്ല. മറിച്ച് അസം പൗരൻ എന്നൊരു പൗരനില്ല, ഇന്ത്യൻ പൗരനാണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരന് അയാളുടെ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിലുള്ള മൗലികമായ അവകാശത്തെ ഒരു ഉത്തരവിലൂടെ ഖണ്ഡിക്കുവാനും റദ്ദാക്കുവാനും ഒരു ഭരണകൂടം തയ്യാറാകുന്നു എന്നുള്ളത് ഒരു പൗരൻ്റെ ദൈനംദിന ജീവിതത്തിന് മേലുള്ള അവൻ്റെ തീന്മേശയിലേക്കുള്ള വലിയ കയ്യേറ്റമാണ്. പക്ഷേ ആ കയ്യേറ്റവും അസമിൽ നടക്കുന്ന മറ്റ് കാര്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. ബാബരി അനന്തര ഇന്ത്യയിൽ ഹിന്ദുത്വ അവരുടെ രാഷ്ട്രീയത്തെ പ്രക്ഷേപണം ചെയ്തത് ഇപ്പോഴത്തെ അസം മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുവാൻ ശേഷിയുള്ളവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് ഇത്തരത്തിലുള്ള കഠിനമായിട്ടുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയ അന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്കകത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിനും അതിൻ്റെ മുഖ്യമന്ത്രിക്കും കഴിയുന്നത്. അതിലേക്ക് ആയിത്തീർന്ന രാഷ്ട്രീയ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഭാവിയിലും ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള കടുത്ത നീക്കങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം സാധ്യമാവുകയുള്ളൂ. അത് ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിൽ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചയിൽ നിന്നാണ് ഇത്തരം തീവ്ര നിലപാടുകാർ പലപ്പോഴും ഫലം കൊയ്യുന്നത് എന്നുള്ളത് നിർഭാഗ്യകരമാണ്. അസമിൽ ഇപ്പോൾ സംഭവിച്ച കാര്യം നോക്കൂ. ഈ ബീഫ് നിരോധനം ഇപ്പോൾ ഹിമന്ത് ശർമ്മ വളരെ ആത്മവിശ്വാസത്തോടെ നടപ്പാക്കിയതിന് പിന്നിൽ
ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വാദപ്രതിവാദങ്ങളാണ്. ആ വാദപ്രതിവാദങ്ങളുടെ ചുവട് പിടിച്ചാണ്, ആ വാദപ്രതിവാദങ്ങളാണ് എന്ന് പറഞ്ഞു പോവുകയല്ല, മറിച്ച് ആ വാദപ്രതിവാദങ്ങളുടെ ചുവട് പിടിച്ചാണ് ഇത്ര ധൈര്യത്തോടെ ഇങ്ങനൊരു നടപടിയിലേക്ക് മുഖ്യമന്ത്രിക്ക് പോകാൻ കഴിഞ്ഞത്. കാരണം അവിടെ ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, സമഗുരിയിൽ ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഡൽഹിയിലേക്ക് പാർലമെൻറ്റിലേക്ക് പോയതിനെ തുടർന്നുണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ, ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലം മുസ്ലിം വോട്ടിന് വളരെയധികം സ്വാധീനമുള്ള മണ്ഡലമാണ്. അവിടെ ഹിമന്ത് ശർമ്മയുടെ നേതൃത്വത്തിൽ BJP ബീഫ് വിതരണം ചെയ്യുന്നു എന്ന മട്ടിൽ കോൺഗ്രസ് പ്രചാരണം ആരംഭിക്കുകയും അപ്പോൾ പിന്നെ ബീഫ് നിരോധനം സംബന്ധിച്ച് ബീഫിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്ന ചോദ്യം BJP കേന്ദ്രങ്ങൾ ഉയർത്തുകയും ചെയ്തു. ഇങ്ങനൊരു അനാവശ്യമായ സംവാദം ഭക്ഷണത്തെ ചൊല്ലി ഉയർന്നു വരുന്നതിനെ തുടക്കത്തിലേ തടയുന്നതിൽ നമ്മുടെ ജനാധിപത്യ കക്ഷികൾക്ക് വലിയ തോതിലുള്ള പരാജയം സംഭവിച്ചു എന്ന് കാണേണ്ടതുണ്ട്. അതിനെ തുടർന്നാണ് ഈ നടപടികളിലേക്ക് അവർ പോകുന്നത്. അതിനെ തുടർന്ന് ആണ് പോകാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ പോകാനുള്ള ഒരു ചലനത്തിനുള്ള ഒരു തുടക്കം അവർക്ക് ലഭിക്കുന്നത് എന്നത് നാം കാണാതിരുന്നുകൂടെ. ഇത് മുഴുവനായി ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഈ അതിതീവ്ര നിലപാടുകൾ വളർന്നു വരുന്നതിന് ജനാധിപത്യ കക്ഷികൾക്ക് വലിയ പങ്കുണ്ട്. ആ ജനാധിപത്യ കക്ഷികളുടെ രാഷ്ട്രീയ വീഴ്ചകളിൽ നിന്ന് കൂടിയാണ് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് എന്ന് കാണാതിരുന്നുകൂടാ. അതാണ് ഡിസംബർ 6 നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത. ഡിസംബർ 6 എന്നുള്ളത് ഹിന്ദുത്വയുടെ ഇന്ത്യൻ പദ്ധതിയുടെ ഒരു പ്രയോഗമായിരിക്കുമ്പോൾ തന്നെ ആ പ്രയോഗത്തിലേക്ക് അവരെ വളർത്തിയ സാഹചര്യം നമ്മുടെ ജനാധിപത്യ കക്ഷികൾക്ക് സംഭവിച്ചിട്ടുള്ള പാളിച്ചകളിൽ നിന്നാണ് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഗാന്ധി വധത്തോടെ ഏതാണ്ട് മാളത്തിലേക്ക് പൂർണ്ണമായും പിൻവലിഞ്ഞു പോയ ഹിന്ദുത്വയ്ക്ക് പിന്നീട് തിരിച്ചു വരുവാനും ചുവടുറപ്പിക്കുവാനും അവരുടെ വിധ്വംസകമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള രാഷ്ട്രീയ സാഹചര്യം ഇവിടെ എങ്ങനെ സംജാതമായി എന്ന് ആലോചിക്കേണ്ടത്. അതിനകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ കക്ഷിയായ കോൺഗ്രസിൻ്റെ പലതരത്തിലുള്ള നിലപാടുകൾക്കും പങ്കുണ്ട് എന്ന് മനസ്സിലാക്കണം. അടിയന്തരാവസ്ഥ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അടിയന്തരാവസ്ഥയിൽ നിന്നാണ് ഹിന്ദുത്വയുടെ രാഷ്ട്രീയ രൂപത്തിന് BJPക്ക് ഒരു തുടക്കമുണ്ടാകുന്നതും അതിന് വളർച്ചയുണ്ടാകുന്നതും. പിന്നീട് ഒരു കോൺഗ്രസ് ഇതര ഗവൺമെൻറ് എന്നുള്ളത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ സാധ്യമായത് അടിയന്തരാവസ്ഥയുടെ ശേഷമാണ്. അതിനുശേഷം കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ഒരു യാഥാർത്ഥ്യം ഉണ്ടായത് VP സിംഗിൻ്റെ ഒക്കെ നേതൃത്വത്തിലാണത്. കോൺഗ്രസിൻ്റെ പാളിച്ചയിൽ നിന്ന് സംഭവിച്ച ജനാധിപത്യപരമായ ജനാധിപത്യത്തിലെ പാളിച്ചയിൽ സംഭവിച്ച പ്രശ്നങ്ങൾ കൊണ്ടാണ്. അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എപ്പോഴും ജനാധിപത്യത്തിലെ കുഴമറച്ചിലുകൾക്ക്, അത്തരം കുഴമറച്ചിലുകൾ വലതുപക്ഷ ശക്തികളുടെ വളർച്ചയെ വലിയ തോതിൽ സഹായിക്കുമെന്നതിന് ചരിത്രത്തിലെമ്പാടും ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ആദ്യം പറഞ്ഞ അടിയന്തരാവസ്ഥ തീവ്ര വലതുപക്ഷത്തെ വളർത്താൻ സഹായിച്ചതുപോലെ 90-ക്ക് മുമ്പ് 80-കളുടെ അവസാനത്തോടെ കോൺഗ്രസ് ഭരണത്തിലുണ്ടായ പലതരത്തിലുള്ള കുഴമറച്ചിലുകളും കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റിൻ്റെ വരവും ആ ഗവൺമെൻറ്റിൻ്റെ അസ്ഥിരതയും തൊട്ടു പിന്നാലെ വന്ന നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ ഭൂരിപക്ഷക്കുറവും ആ ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി നരസിംഹറാവു ഗവൺമെൻറ് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും അതെല്ലാം ജനാധിപത്യത്തിലും ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയുടെ നടത്തിപ്പിലുമൊക്കെ പലതരത്തിലുള്ള അവിശ്വാസങ്ങൾ സൃഷ്ടിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഈ അവിശ്വാസങ്ങളെ വർഗീയമായി മുതലെടുക്കുന്നതിൽ BJP വിജയിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിജയത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2024 പൊതു ഇലക്ഷനിൽ ഹിന്ദുത്വ ശക്തികൾക്ക് വ്യാപകമായ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ആ തിരിച്ചടി പ്രധാനമായിട്ടും അവരുടെ ഈറ്റില്ലമെന്ന് വരെ പറയാവുന്ന ഉത്തർപ്രദേശിലായിരുന്നു. എന്നാൽ ആ തിരിച്ചടി അവർക്ക് കൊടുത്തതിന് ശേഷം മതേതര കക്ഷികൾക്കുണ്ടായ മേൽക്കൈ ഏതെങ്കിലും വിധത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടുന്ന തന്ത്രപരമായ നീക്കങ്ങളൊന്നും നിർഭാഗ്യവശാൽ പ്രതിപക്ഷ മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടാവാത്തതാണ് അതിനുശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വീണ്ടും BJPക്ക് പലയിടങ്ങളിൽ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അസമിൽ ഉൾപ്പെടെ സിറ്റിംഗ് സീറ്റാണ് ഈ പറഞ്ഞ ബീഫ് നിരോധനം പോലുള്ള വലിയ സംഗതികളിലേക്ക് അസം മുഖ്യമന്ത്രിയെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ധൈര്യം കൊടുത്ത ആ ഉപതെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുത്തുകയാണ് നമ്മുടെ മുന്നണി ജനാധിപത്യ രാഷ്ട്രീയ കക്ഷികൾ ചെയ്തത്. അപ്പോൾ അത്തരം സൂക്ഷ്മതകളെ
മുഴുവൻ കൈയൊഴിഞ്ഞുകൊണ്ട് താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി കാലുമാറ്റങ്ങളെയും കൂറുമാറ്റങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് പരസ്പരം ഗ്വാഗാവിളികളുമായി മുന്നേറുന്ന സമയത്ത് മതേതര ജനാധിപത്യ കക്ഷികളിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം താരതമ്യേന കുറഞ്ഞു വരികയും ആ വിശ്വാസക്കുറവിനെ ഏറ്റവും വലിയ മൂലധനമാക്കിക്കൊണ്ടാണ് വലതുപക്ഷം വീണ്ടും ശക്തമായി വരിക. അങ്ങനെ ശക്തമായി വന്നു എന്നതാണ് ഹിമന്ത ബിശ്വാസിൻ്റെ ഇപ്പോഴത്തെ ഈ പ്രക്രിയയെ നാം കാണേണ്ടത്. രണ്ടാമത്തെ ഒരു കാരണം, നമ്മുടെ മാധ്യമ പരിചരണങ്ങളെപ്പറ്റി വളരെ കൃത്യമായ ധാരണയുള്ള ഒരാളാണ് ഹിമന്ത്. അദ്ദേഹം കോൺഗ്രസിൻ്റെ കളരിയിൽ നിന്ന് വന്ന ആളാണ്. സ്വാഭാവികമായും രാജ്യവ്യാപകമായ ഒരു നേതാവായി താൻ ശ്രദ്ധിക്കപ്പെടാൻ ഏറ്റവും തീക്ഷ്ണമായി വർഗീയത സംസാരിക്കുക, ഏറ്റവും തീക്ഷ്ണമായി മുസ്ലിം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് മാർഗമെന്ന് ഹിമന്ത ബിശ്വാസിന് നന്നായിട്ടറിയാം. അദ്ദേഹം അതിൽ മാതൃകയാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും UP മുഖ്യമന്ത്രി ആദിത്യനാഥിനെയുമാണ്. നരേന്ദ്രമോദിക്ക് ശേഷം BJP നേതൃത്വത്തിലേക്ക് വരാൻ ആര് എന്ന് അക്കാര്യത്തിൽ സ്വാഭാവികമായും RSSന് അവരുടെ പദ്ധതികളുണ്ട്. എങ്കിൽ പോലും ഒരു പൊതുമണ്ഡല ചർച്ച ഉണ്ടാകുന്ന സമയത്ത് യോഗി ആദിത്യനാഥ് കഴിഞ്ഞാൽ പിന്നെ പറയപ്പെടുന്നൊരു പേരായി ഹിമന്ത് എന്ന് മാറുന്നതിന് ഇത്തരത്തിലുള്ള വിഷം തുപ്പലുകൾ അദ്ദേഹത്തെ സഹായിക്കും. നമുക്ക് 90കളിലൊക്കെ ഉമാഭാരതി പോലെയുള്ള നേതാക്കന്മാരെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഏറ്റവും ക്രൂരമായി ആര് സംസാരിക്കുന്നോ, ഏറ്റവും ക്രൂരമായി ആര് നടപടികളെടുക്കുന്നോ അവർക്കെല്ലാം വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുകയും അവരൊക്കെ ഈ പിൻഗാമിത്വത്തിലേക്കുള്ള ഈ മത്സരത്തിൽ മുന്നിൽ വരികയും ചെയ്യും എന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ശ്രമം കൂടിയാണ് ഈ ബീഫ് നിരോധനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. പ്രധാനപ്പെട്ട ഒരു കാര്യം, അസം ജനതയെ സംബന്ധിച്ച് അവരുടെ തിന്മേശയിൽ നിന്ന് ഈ ബീഫിനെ വിലക്കിക്കൊണ്ടുള്ള ഈ ഉത്തരവുകൾ ഒന്നും അവരുടെ നിത്യജീവിതത്തെ അത്ര സാരമായി ബാധിക്കുന്ന ഒന്നല്ല. ഇന്ത്യൻ പൗരരുടെ എല്ലാവരുടെയും ആത്മാഭിമാനത്തെയും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അന്തസ്സിനെയും അത് ബാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അത്തരം ജനാധിപത്യ അന്തസ്സുകൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത കൂട്ടരെയാണല്ലോ നമ്മൾ ഈ തീവ്ര വലതുപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ അസം ജനതയെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളുടെ പെരും കടലുകൾ താണ്ടി വന്ന മനുഷ്യരാണവർ. നെല്ലിക്കൂട്ട കൊലയുടെ ഒന്നും ചോരപ്പാടുകൾ ഇപ്പോഴും മായാത്തൊരു ദേശമാണ്. എത്രയെത്ര പീഡനങ്ങൾ, എത്രയെത്ര സഹനങ്ങളാണ് ആ മനുഷ്യർ ഇതുവരെ പിന്നിട്ട് പോന്നിട്ടുള്ളത്. അത് എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ നിന്നും അവർക്ക് സഹനങ്ങളുടേതായ ഒരുപാട് പാഠങ്ങൾ പഠിച്ച മനുഷ്യരാണവർ. ആ മനുഷ്യർക്ക് അവരുടെ മേശപ്പുറത്ത് നിന്ന്, അവരുടെ തീന്മേശയിൽ നിന്ന്, അവരുടെ ഭക്ഷണത്തിൽ നിന്ന് ബീഫിനി പാടില്ല എന്നൊരു തിട്ടൂരം കിട്ടിയതുകൊണ്ട് പിറ്റേ ദിവസം മുഴുവൻ അവർ ബീഫ് കഴിക്കാതെ പോകുന്ന ആളുകളൊക്കെയാണ് നമുക്കൊരു സങ്കല്പിക്കാമെന്നേ ഉള്ളൂ. അത്രമാത്രം പോരാട്ടവീര്യമുള്ള മനുഷ്യരാണവർ. പക്ഷേ ആ ജനതയെ മതപരമായി കൂടുതൽ കൂടുതൽ ഭിന്നിപ്പിക്കുവാനുള്ള അനേകം ആയുധങ്ങൾ ഒരുങ്ങുന്നുണ്ട് എന്ന സൂചനയാണ് ഈ നീക്കം നമുക്ക് തരുന്നത്. അതിനെതിരെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ കുറേ കൂടി ജാഗ്രതയോടെ ഉണർന്നെഴുന്നേറ്റാൽ മാത്രമേ, പ്രതിരോധിച്ചാൽ മാത്രമേ ഇതിനെ ഒരു പ്രചാരണമെങ്കിലും ആക്കി മാറ്റാൻ കഴിയൂ. കാരണം അസമിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നത് ബാക്കി ഇന്ത്യയിൽ ഒരു ചർച്ച പോലും ആകില്ല എന്ന മട്ടിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അങ്ങനെ മാറി നിൽക്കുന്നത്, അസമിനെ ഒരു വിദൂരദേശമായി കാണുന്നത് പലപ്പോഴും ഒരു രാഷ്ട്രീയ പദ്ധതിക്ക് വളർന്നു വരുവാനുള്ള വെള്ളവും വളവുമായിട്ടാണ് മാറുക. നമ്മുടെ പൗരത്വത്തിൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. അതിൻ്റെ എല്ലാം പ്രഭവകേന്ദ്രമായിരുന്ന അസമാണ്. അവിടെ നടക്കുന്ന ചർച്ചകളെ കൂടുതൽ സൂക്ഷ്മമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം ആ ചർച്ചകൾ വരുംകാല ഇന്ത്യയിൽ പ്രയോഗിക്കാനുള്ള ആയുധങ്ങളുടെ മൂർച്ച കൂട്ടലാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് അസമിൽ നടത്തുന്ന ഈ ബീഫ് നിരോധനത്തെ നാം ലാഘവത്തോടെ കാണുകയും അതിന്മേൽ മറ്റ് സംവാദങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ, പ്രതിരോധങ്ങളില്ലാത്ത രീതിയിൽ നാം നിശബ്ദമായിരിക്കുകയാണെങ്കിൽ ബാക്കി ഇന്ത്യയിലേക്ക് കൂടി വ്യാപിക്കാൻ പോകുന്ന വലിയ ഒരു രാഷ്ട്രീയ നീക്കമായത് മാറും. കാരണം അത് കേവലമായി ബീഫ് നിരോധിക്കുന്നു എന്നുള്ളതല്ല, ഒരു മനുഷ്യൻ്റെ, ഒരു പൗരൻ്റെ അടിസ്ഥാനപരമായ ഭക്ഷണാവകാശത്തിന് മേൽ രാഷ്ട്രീയത്തിൻ്റെയും മതരാഷ്ട്രീയത്തിൻ്റെയും നിറം കലർത്തുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായ കാര്യം. നിയമം ഭക്ഷണത്തിന് കൂച്ചുവിലങ്ങിടേണ്ട ഒന്നായി മാറിക്കൂടാ. അങ്ങനെ മാറുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജനാധിപത്യത്തിൻ്റെയും നമ്മുടെ മതേതര ബഹുസ്വര നിലനിൽപ്പിൻ്റെയും അടിക്കല്ലുകൾ ഇളക്കുന്നു എന്ന് തന്നെയാണ്. ഈ ആദ്യമേ പറഞ്ഞതുപോലെ ഡിസംബർ 6 തകർന്നുടഞ്ഞു പോയ നമ്മുടെ മതേതര ബഹുസ്വര പാരമ്പര്യത്തെ
ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നമ്മുടെ ജനത തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ രാജ്യത്തെ അതിശക്തമായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം പരിശ്രമങ്ങളെ മുഴുവൻ റദ്ദാക്കുവാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ പലയിടങ്ങളിലായി നടക്കുന്നുണ്ട്. അസമിൽ നടക്കുന്നത് അതിലൊന്നാണ്. അതിനെ നമ്മുടെ ജനാധിപത്യ കക്ഷികൾ എല്ലാവരും ആ വിഷയത്തെ വളരെ ഗൗരവത്തോടെ സംബോധന ചെയ്യുകയും ഇത്തരം പരീക്ഷണങ്ങൾക്ക് ഈ രാജ്യത്തെ, ഇത്തരത്തിലുള്ള ക്രൂര പരീക്ഷണങ്ങൾക്ക് ഈ രാജ്യത്തെ വിട്ടുകൊടുക്കാതിരിക്കുവാനുള്ള വലിയ ജാഗ്രതയിലേക്ക് പോകേണ്ടതുണ്ട് എന്നാണ് കരുതുന്നത്. അതാണ് ഈ വിഷയത്തെ ഗൗരവമുള്ള ഒന്നാക്കി മാറ്റുന്നത്. പലതരത്തിലുള്ള ഇടപെടലുകളിലൂടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നീതിപീഠങ്ങളിലുൾപ്പെടെ പലതരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. BJP ഭരണകൂടങ്ങൾ പലയിടങ്ങളിലായി വീണ്ടും അതിശക്തമായ വർഗീയ ധ്രുവീകരണങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു ഏകപക്ഷീയമായ വിജയം സംഘപരിവാർ ശക്തികൾക്ക് നൽകാതിരിക്കുന്നതിന് വേണ്ടി ഉണ്ടായ രാഷ്ട്രീയ പ്രതിരോധം ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾക്കെതിരിലും ഉണ്ടായാൽ മാത്രമേ വിശാലമായ ഒരു ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിൽ നമുക്ക് ആത്മാന്തസ്സോടെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കരുതുന്നത്.